കുറേ നാളായിട്ട് മഴക്കാലം കാരണം നമുക്ക് നമ്മുടെ ഈ ഉന്തുവണ്ടി അർബാൻ എടുക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല. ഇന്ന് കുറേ ദിവസത്തിന് ശേഷം നമ്മൾ എടുക്കണം. മഴ പോയി, വെയിൽ തെളിഞ്ഞു. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ അടുക്കള പച്ചക്കറി അടുക്കള തോട്ടത്തിലാണ് നമ്മൾ കുറേ മാറ്റങ്ങൾ, അതായത് അവിടെ നിന്ന് എടുത്ത് പറിച്ച് ഇവിടേക്ക് വയ്ക്കുക, ഇവിടെ നിന്ന് എടുത്ത് പറിച്ചിട്ട് അവിടേക്ക് വയ്ക്കുക. അതിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ പിന്നെ അത് നിർത്തി വെച്ചു. ഇപ്പോൾ പറിക്കാറില്ല ഞാൻ. ഇപ്പം അതിനങ്ങോട്ട് പോയിട്ട് വേണ്ട പറിക്കാൻ. അല്ല, പോയിട്ടായാലും ഞാൻ പറിക്കലില്ല, അങ്ങനെ വളരെ കുറവാണ്. കാരണം അതിന് സ്വാഭാവികമായ വളർച്ച കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ദിവ തുടങ്ങിയിട്ട് ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം കൃഷിസ്ഥലത്തിന്റെ അതോ ഗതി മഴ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അന്നോട്ട് മഴയായിരുന്നു അല്ലേ? ഫെബ്രുവരി മാസം തൊട്ട് ഇവിടെ മഴയായിരുന്നു കേട്ടാ, നമ്മുടെ ഇവിടെ മാത്രം. ഇപ്പൊ നമ്മളെ അല്ല, ഞാനിപ്പോ ഒന്നും പറയാനൊന്നും പോകുന്നില്ലേ. ഞാനിതിപ്പോ ഇതാണ് നമ്മുടെ ഊഞ്ഞാൽ എന്നറിയാലോ. ഇതാണ് ഊഞ്ഞാല്. നമ്മുടെ നല്ല രസകരമായിട്ടുള്ള നല്ല തണലുള്ള ഒരു പ്രദേശമാണ്. സരിത പാടി അടിക്കോളൂ അടിക്കോളൂ. നല്ല പ്രദേശം അല്ല, നല്ല പ്രദേശമല്ല, നല്ല സ്ഥലമാണ് നമ്മുടേത്. നല്ല തണവ്, കാറ്റ് ഒക്കെ കിട്ടും. ഇവിടെ അടിയിൽ നമ്മുടെ കാല് മണ്ണിലാവാണ്ടിരിക്കാണ്ട് സനീഷ് ഒരു കടപ്പ കൊണ്ടുവന്നിട്ടു. പക്ഷെ കടപ്പ കൊണ്ടുവന്നിട്ടാലും മഴ പെയ്യുമ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മിൽക്ക് ചെളി തെറിച്ചിട്ട് ഇവിടെ മൊത്തം ചെളിയായിരുന്നു. ഇത് ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാനിങ്ങനെ ഇവിടം വരയ്ക്ക് മാത്രം ഒന്ന് കഴുകിയിടും. ഞായറാഴ്ച മാത്രം കേട്ടാ, എല്ലാ ഞായറാഴ്ചകളിലും. ഇപ്പോൾ മഴക്കാലം തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ നിറയെ ചെളിയാ. ഇതുമലൊക്കെ ചെളിയുണ്ട് കണ്ടാ. ഇനിയിപ്പോൾ അടുത്ത ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് ഇതുമ്പോൾ നിറഞ്ഞുണ്ടാവും ചെളി. അപ്പോൾ ഞായറാഴ്ചകളിൽ മാത്രം ഇത് കഴുകി തുടച്ചിടും. അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഇത് ക്ലീൻ ആക്കുമ്പോൾ പറഞ്ഞേ, മറ്റേ നമ്മുടെ കുടിലിൻ്റെ അവിടുത്തെ ആ ഭാഗമല്ലേ, ആ ഭാഗത്ത് കുറച്ച് കടപ്പകൾ ഇട്ടിട്ടുണ്ട്. എന്തിനാണ് അവിടെ ഇട്ടേന്ന് ഇപ്പോഴും എനിക്കറിയില്ല. അന്ന് നമ്മൾ പറഞ്ഞിട്ട് ഇട്ടേട്ടാ, സനീഷ് ഇട്ട, അല്ലാണ്ട് അവൻ്റെ ഇഷ്ടത്തിന് ഇട്ടോന്നല്ല. നമുക്ക് ചവറ് നമ്മുടെ കമ്പോസ്റ്റ് കുഴിയിലേക്ക് കൊണ്ടിടാൻ വേണ്ടിയിട്ട് നടക്കാനുള്ള വഴി. അപ്പം അവിടെ ഇട്ടേക്കണ കടപ്പ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. നമ്മൾ അതിൽ കൂടെ നടക്കണമില്ല. ചവറടിച്ച് കൊണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ കല്ലുമേ കൂടി നല്ല നടക്കാം. ആ കല്ലിട്ട് കാണാനും ഇല്ല, പുല്ല് വന്ന് മൂടിപ്പോയിട്ട്. അപ്പം ആ കല്ല് അവിടെ വെറുതെ കടപ്പകൾ അവിടെ കിടക്കണില്ലേ. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, നമുക്ക് ഇനി അത് പറിച്ചെടുത്തിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഇടായിരുന്നു. എന്തായാലും ഇതിൻ്റെ അടിയിൽ പുല്ല് പിടിക്കണില്ലേ, കണ്ട പുല്ലൊക്കെ ഉള്ളതൊക്കെ പോയി. അപ്പം ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ സനീഷ് അങ്ങനെ ഇനി വേറെ എന്തെങ്കിലും പണിക്ക് ഇവിടെ വരുമ്പോൾ അവൻ്റെ പണിക്കാരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കായിരുന്നു ഒന്ന് പറഞ്ഞു പോയി എൻ്റെ സുഹൃത്തുക്കളെ. അങ്ങനെ ഒരു തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചു. അത് ശരി തന്നെയാണ്. പക്ഷെ അത് ഇന്നലെ അത് പറഞ്ഞപ്പോൾ ഇപ്പം ചേട്ടൻ അത് ചെയ്യണം. അത് അവിടെ നിന്ന് പറിച്ചു കൊണ്ടിട്ട് സ്വയം ചെയ്യാൻ പറ്റും എന്നാണ് പറയണേ. ഇതെന്താവും എങ്ങനെയാവും ഈ വീഡിയോ ഒരു അവസാനം എന്ന് അറിയില്ല. ഒരു 1 മണിക്കൂർ കൊണ്ട് ഞാനത് പറിച്ച് അവിടെ ഫുള്ള് എടുത്തു കൊണ്ടുവന്നിട്ട് ഇവിടെ നല്ല ഭംഗിയിൽ ഇടുന്നാണ് പറയണേ. നേരത്തെ ഇടുന്നു പറയുന്നുണ്ട്. ചിലപ്പോ ചെയ്യായിരിക്കൂട്ടാ, ചിലപ്പോ ശരിയാവുമായിരിക്കും. അറിയാവുന്നവരെ കൊണ്ട് ചേട്ടന്റെ പണികൾ നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ചോദിക്കണത്. ചേട്ടൻ ചെയ്യണ അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ നല്ലത്. ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മള് ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് അത് ഭാവനയിൽ കാണാം. ഭാവനയിൽ കണ്ടിട്ട് അതിന്റെ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുക. എന്നിട്ട് നമ്മൾ ആ പ്രവർത്തിയിരിക്കേണ്ട ഇറങ്ങുക. അപ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് ശരിക്കും കിട്ടുന്നു. ആളുകളുടെ ജീവിതത്തില് പഠിക്കാവുന്ന ഒരു കാര്യമാണ്. ഏതോ ഒരു പണ്ട് ഒരു മഹാൻ പറഞ്ഞു. അത് ഇപ്പൊ എല്ലാവരും റീൽസ് ഒക്കെ കാണാം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മളത് നടന്നു, ആ സംഭവം നടന്നതിന് ശേഷം നമ്മുടെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ അത് എങ്ങനെയാണെന്ന് കണ്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാത്. അതങ്ങനെ കണ്ട് ആ വിഷ്വല് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നാൽ തന്നെ അത് നടക്കും. നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തും. അപ്പം നമ്മളിപ്പോൾ ഒരു കമ്പനി തുടങ്ങാൻ പോവാണ്. അപ്പോൾ ആ കമ്പനി തുടങ്ങി അത് വൻ വിജയമായി അതിൽ നിന്ന് ഭയങ്കര ലാഭം കിട്ടുന്നതും നമ്മൾ ഭയങ്കര ഹാപ്പി ആവണതും നമ്മൾ അങ്ങനത്തെ കാര്യം മാത്രം നമ്മൾ നടന്നു എന്ന് തന്നെ സ്വയം ചിന്തിച്ച് സ്വയം മനസ്സിനെ അത് വിശ്വസിപ്പിച്ച് അങ്ങനെ നടന്നതായിട്ട് നമ്മൾ സങ്കല്പിച്ചിരിക്കുക. അങ്ങനെ ചെയ്തിരുന്നാൽ അത് അങ്ങനെ തന്നെ വരുത്രേ. അങ്ങനെ മറ്റേ എന്താ ആരാ പറഞ്ഞിട്ടുള്ളത്, പൗലോ കൊയിലോ അല്ലേ? അങ്ങനെ നമ്മൾ എന്തെങ്കിലും ശക്തമായിട്ടൊരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചാൽ അത് നടത്താൻ വേണ്ടി പ്രകൃതി പോലും നമ്മുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു സാധനം ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. അതാണിത് ചേട്ടപ്പ പറഞ്ഞത്. അപ്പൊ ചേട്ടത് ഫുള്ളായിട്ട് ഇട്ടതായിട്ട് സങ്കല്പിച്ചാ, ചേട്ടൻ ഒറ്റയ്ക്ക് ചെയ്യണതായിട്ട്. എന്നിട്ട് ചേട്ടനെ കൊണ്ട് പറ്റൂല്ലേ? ശരി, പോകാം. അതാണ് ചെയ്യാൻ പോണ. അതിനാണ് ഈ അർബാനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞത്. വർഷക്കാലായിട്ട് അർബാന. ശരി, പിടിക്കാം. അപ്പോൾ നമ്മളെ ഇട്ടോണതെന്ന് പറഞ്ഞാൽ അവിടെ അത് ഉപയോഗമില്ലാണ്ട് കുറേ ഉപയോഗമില്ലാണ്ട് ഇതിലിപ്പോൾ
അതിലെ പോകാൻ പറ്റില്ലേ? ഇതില് പോകാൻ പറ്റില്ലേ? പോകാൻ പറ്റുമോ? ഉന്തുവണ്ടി കയറില്ല. നമ്മളത് പോയാൽ അതിലെ പോയാൽ അവിടേക്ക് തന്നെ എത്താ. ചാരായ ഷാപ്പിന്റെ ഇപ്പുറത്തെ വഴി കൂടി നമുക്ക് വീട്ടിലെത്താലോ? അതെനിക്കറിയില്ല. ഞാൻ ചാരായ ഷാപ്പിൽ പോയിട്ട് പരിചയമില്ല എനിക്ക്. ഇവിടെ ഒരു പുതിയ കഥാപാത്രം ഉണ്ട് നമ്മുടെ വീട്ടില്. ചേച്ചിനെ കാണിക്കട്ടെ? ആ ചേച്ചിനെ കാണിക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. നമ്മുടെ സുജിത് ഇപ്പൊ വരാറില്ലല്ലോ. അപ്പോ രജനി എന്ന് പറയണ ഒരു ചേച്ചി. ചേച്ചിയുടെ പേര് പറയണോട് കുഴപ്പമില്ലല്ലോ. രജനി ചേച്ചിയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ ക്ലീനിങ്ങിനൊക്കെ വരണേ കേട്ടാ. അപ്പൊ ചേച്ചി അവിടെ ഉണ്ട്. അപ്പൊ ചേച്ചി പറയും നമ്മുടെ വീഡിയോ കാണാൻ ഭയങ്കര രസമാണ്, നിങ്ങളുടെ തല്ലൂട്ടം കാണാൻ ഭയങ്കര രസമാണ്. അപ്പം അത് നേരിട്ട ആളവിടെ കണ്ടിട്ട് ആളവിടെ നിന്ന് ചിരിക്കുക. അതെ, നമ്മള് ഇന്നലെ ഒരു പാചകം ഉണ്ടായിരുന്നല്ലോ, പാചകം. അതായത് കോഴിമുട്ട തൈരായിട്ട് ചെയ്തത്. അതിന്റെ പേരെന്താണെന്നറിയോ സരിത? ചുക്കാണി. ചുക്കാണി എന്നതിന്റെ പേര്. അത് നമ്മുടെ അല്ല, അത് നമ്മുടെ അടൂരുള്ള റെജി രാജല്ലേ, ആളെനിക്ക് ഇപ്പൊ അയച്ചെന്ന് തോന്നുന്നു അതിന്റെ ലിങ്ക്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് മറ്റേ ഈ സൂര്യഭിലക്ഷ്മി ആദ്യമായിട്ട് അത് സാധനം. അത് ഒരാൾ ചെയ്ത വീഡിയോ ആണ്, നമ്മുടെ മലയാളികൾ ചെയ്ത വീഡിയോ ആണ്. അതിലത്തെ കമന്റുകൾ മാത്രം വായിച്ച് ചിരിച്ചിരിച്ച്. നേപ്പാളല്ല, നേപ്പാൾ പാചകം കണ്ട ഷേവ് ചെയ്തിട്ട് ഇവിടുന്ന് പോയിട്ടില്ല. ഇവിടത്തെ മാത്രം പൂവില്ല, നല്ല നീളായി തുടങ്ങി. ഞാൻ വെറുതെ പറയണതല്ലാട്ടാ. നേപ്പാൾ പാചകം അതിപ്പോ നമ്മള് മലയാളികളൊക്കെ ഓരോരുത്തർ പാചകങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ലേ, മറ്റേ റിക്രിയേഷൻ ചെയ്യില്ലേ. പക്ഷെ നമ്മളത് പറയും. അത് ഇന്ന ആളുടെയാണ്, ഇന്ന ചാനലിൽ കണ്ടതാണ്, ഹിന്ദി ചാനലാണ്, തമിഴ് ചാനലാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അവര് പറയാണ്ട് ചെയ്ത ഭാര്യ ഭർത്താവിന് ചോറ് കൊടുക്കുന്നേ ചെയ്ത്. ഒരു മിനിറ്റ് കേട്ടാ, ഭാര്യ ഭർത്താവിന് ചോറ് കൊടുക്കുന്നതാണ് ഇത്. അപ്പോ ഇവിടെയാണ് ആ കടപ്പക്കല്ലുകൾ. നോക്കിയേ, എവിടെയാ നിങ്ങക്ക് കാണാണ്ടോ നോക്കിയേ, നമ്മൾ കണ്ടുപിടിക്കണം. അവിടെയാണ് നമ്മുടെ കമ്പോസ്റ്റ് കുഴി. അപ്പൊ അങ്ങോട്ട് ഇത് ഈ നടവഴിന്ന് ഇപ്പൊ പുല്ല്, ഇതിന്റെ കളപ്പുല്ല് വലിക്കപ്പോ നാളെ ചേച്ചിമാര് വരും കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ നടന്നത് ഇത് ഇവിടേക്കാണുള്ളത് കേട്ടോ. ഈ കല്ലുകളെ മൂടി പോവാ. അവിടെ ഇരുന്നോ? അല്ല, ഞാനത് മുട്ടൂത്തിത അല്ല മൂടൂത്തിത. കണ്ട ഈ കല്ലുകള് ഒന്നിനും കൊള്ളില്ല. അത് ഒന്നിനും കൊള്ളില്ല. ഇവിടെ ആവശ്യമില്ല, ഇത് ആവശ്യമില്ല. അങ്ങനെ ഒരു കാര്യം പറയട്ടെ, ഇത് എടുത്തു ഇവിടെ കുഴിയാവില്ലേ, ഇവിടെ മണ്ണിടേണ്ടി വരില്ലേ? താഴ്ചയല്ല അവിടെ ഈ കല്ല് ഉള്ള സ്ഥലം. കുഴപ്പമില്ല. അപ്പൊ നമ്മളെന്തിട്ട് പറഞ്ഞ അപ്പൊ നമ്മളിത് ഇത് പറിച്ച് അവിടേക്ക് കൊണ്ടുപോകാൻ പോകണ്ട. കേട്ടോ, അത് വേണ്ട, ഇവരെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല. എന്തൊരു കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വല്ലപ്പോഴും നടക്കാൻ ഇത് അറിയാത്തവരാണ് ഈ കാല് തട്ടി ഇതുമേ വീഴും എന്നുള്ളൊരു ദൂഷ്യം മാത്രം തന്നെയുള്ളൂ. കേട്ടോ, ഞാൻ അവരെ പറിച്ച് കാണിച്ചു തരാം. ഒന്നാമത്തേല് കമ്പോസ്റ്റ് കുഴി നിറഞ്ഞ് കവിഞ്ഞ് കുന്നായിട്ടിരിക്കണേ. അതിലിനി ഇപ്പോഴൊന്നും ഇടാനായിട്ട് ഇതിൽ കൂടെ പോണ്ടി വരില്ല. ഇത് കടപ്പീനട്ടാ, ചെറുതാ. ഇവിടെ ഇട്ടിട്ടില്ലേ, ഇവിടെ നടവഴിയിൽ ഇട്ടേക്കണ പോലത്തെ ഇതാണ്. 2-1 പാമ്പുണ്ടാ? അതിന്റെ അടിയിൽ പാമ്പുണ്ടാവില്ല. അതിന്റെ അടിയിലൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇന്നാള് നമ്മുടെ ഫ്രണ്ടിലത്തെ കള്ളിയില്ലേ, നമ്മുടെ ആമ്പൽക്കുളമുള്ള കള്ളി, ആമ്പലൊക്കെ പോയിട്ടാ കംപ്ലീറ്റ് തവളകൾ തിന്ന് നശിപ്പിച്ചു. ആമ്പൽപ്പൂവ് എന്നും ഒരു പൂ അല്ലെ 2 പൂവ് വിരിഞ്ഞ് എന്തൊരു ഭംഗിയിൽ നിന്ന് നടന്നറിയൂ, അത് മൊത്തം പോയി. അപ്പോൾ ആ കുളത്തിൻ്റെ ആ കള്ളിയില്ലേ, ഫ്രണ്ടിലത്തെ കള്ളിയിലേക്ക് എന്തുട്ടിന് വേണ്ടിയിട്ടാ എന്തുട്ടിനാണ് വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ കള്ളിയിലേക്ക് ഇങ്ങനെ കയറിയപ്പോൾ തന്നെ നല്ലൊരു സ്പോഞ്ച് ബോളുമിലൊക്കെ ചവിട്ടിയ പോലെ ഇങ്ങനെ പിശും, അങ്ങനെ ഒരു സാധനം. അപ്പോൾ പാമ്പാണോ അങ്ങനത്തെ ഒരു ചിന്തയുണ്ട്, ഒരു പേടിയുണ്ട് എനിക്ക്. കാരണം പുല്ലൊക്കെ വെട്ടാറായി, പുല്ലൊക്കെ കനം വെച്ചു. അപ്പം ഞാൻ കാലിങ്ങനെ എടുത്ത പക്ഷെ ഒരു വണ്ട തവള ചാടിപ്പോയി. തവളരെ മേത്താണ് നീ ചവിട്ടിയത്? അത് പാമ്പായിരുന്നെങ്കിലോ എനിക്ക് കടി കിട്ടിയാനെ. മറ്റേ ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആനവാരിയും പൊൻകുരിശും എന്ന് പറഞ്ഞതിലേ ഈ രാത്രിയില് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതായത് ഇവർക്ക് ചാണം കക്കാനായിട്ടേ, ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞാണ്, തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം കേട്ടാ. ഞാൻ പറയുന്നത് ശരിയാണ്. അതായത് ഇവർക്ക് രാത്രിയിൽ ചാണം ആനവാരിക്കും പൊൻകുരിശിനാണ്. ആനവാരി എന്ന് പറഞ്ഞ പേര് വരാനുള്ള കാരണമാണ് ഇത് പറയുന്നത്. അന്ന് വേറെ പേരാണ്ടായിരുന്നു ആനവാരിക്ക്. അതെ, ആനവാരി രാമൻ പേര്. അപ്പൊ ആനവാരി എന്ന പേര് മുന്നിൽ വന്നിട്ടില്ല. അപ്പൊ ഇയാൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചാണം എടുക്കാനായിട്ട് പോവാണ്. അപ്പൊ പുഴയുടെ കരക്കില് ചാണം കൂമ്പാരം കൂട്ടി കിടക്കുന്നുണ്ട്.
അപ്പൊ കൈക്കോട്ടൊക്കെ എടുത്തിട്ട് കൈക്കോട്ടും ഇതൊക്കെ എടുത്തിട്ട് ഇവര് രാത്രി പോയിട്ട് ഈ ഇരുട്ടിന്റെ മറവില് കൈക്കോട്ട് എടുത്ത് കളച്ച വഴിക്ക് ഈ ചാണം ഇതൊരു ഒറ്റ പൊങ്ങല പൊങ്ങി. അത് പാറുകുട്ടി എന്ന് പറഞ്ഞുള്ള ആനയാ. ഏതൊരു ആന കിടക്കണ്ടായിരുന്നു അവിടെ. ആനയാണ് അതാണ് ആനവാരി രാമനായത്. അതുപോലെ ഞാൻ ഈ തവളയുടെ കാര്യം, അത് തവളനെ വാരാൻ നോക്കിയതല്ല, അല്ലാന്ന് ചിലപ്പോ ഒറിജിനൽ ജീവികളാണ്. ഒറിജിനൽ ജീവിയുടെ മേത്താണല്ലോ നീ പാമ്പുകളൊക്കെ ഇതിൽ കൂടെ ഇങ്ങനെ പോണ് കാണാം ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ. ഇന്നാളിന്റെ ഇവിടെ സാരഥിന്റെ കടയിൽ നിന്നിട്ട് ഞാൻ പേടിച്ചു താങ്ങിയ പറഞ്ഞു കൊടുത്തേ. എന്തുട്ടിന് പേടിച്ചു? ചേട്ടന്റെ പോലെ ഞാൻ പേടിപ്പിക്കാറില്ല. മുട്ട എടുക്കാൻ കയറിയപ്പോഴത്തെ അതിന്റെ ഉള്ളിലത്തെ അംഗം കേട്ടില്ലേ നിങ്ങള്? അതൊന്നുമില്ല, അത് ഈ കോഴി കൊത്തി കുടിക്കാൻ നോക്കിയതാണ്. എന്നിട്ടേ ഇതൊക്കെ ആയിക്കോട്ടെ നീക്ക്, ഞാൻ അത് പറക്കട്ടെ, പണി നടക്കട്ടെ. എന്റെ ഞാൻ കടയിലിരിക്കുന്ന സമയത്ത് വെറുതെ ഇവിടത്തെ നോക്കാറുണ്ട്, CCTV ഓണാക്കിയിട്ട് ഇവരെന്തുട്ടോ ചെയ്യണമെന്നൊക്കെ നോക്കാറുണ്ട് വെറുതെ. അങ്ങനെ വെറുതെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓണാക്കിയപ്പോണ്ടേ നമ്മുടെ ഗേറ്റ് കടന്നിട്ട് ഒരു തവള ചാടി വരുന്നുണ്ട്, പിന്നാലെ ഒരു പാമ്പും വരുന്നു. അപ്പൊ ഞാൻ അയ്യോ പാമ്പ് എന്നിട്ട് അവിടെ ഇരുന്ന് ഓടിട്ടു കടയിൽ. അപ്പോഴേക്കും ധന്യ വന്നിട്ട് നോക്കി എവിടെയടി ചോദിച്ചാൽ ധന്യം ശരണ്യ ഓടി വന്നു. എന്നിട്ട് അവർ രണ്ടുപേരും നോക്കിയപ്പോൾ ഞാൻ അത് ബാക്ക് അടിച്ചിട്ട് അത് അവിടെ നിന്ന് കാണിച്ചു കൊടുത്തപ്പോൾ ധന്യ വേഗം വിളിച്ച് പറയടി അജുവിനെ, അത് കരിമൂർക്കനാണ്, കണ്ട കരിമൂർക്കൻ കറുത്തിട്ടിരിക്കുന്നു, വണ്ടൻ പാമ്പാണേ. അപ്പൊ ഞാൻ ചേട്ടനെ ഫോൺ വിളിച്ചു. അപ്പൊ ചേട്ടൻ നോക്കി, അല്ല CCTV നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ അത് അങ്ങോട്ട് പോയി, അത് അങ്ങടന്നെ പോയി. അപ്പൊ ആ ഓട്ടയെ കൂടെ പുറത്തേക്ക് തന്നെ പോയിണ്ടാവും. ചേരയിരുന്നു അത് അല്ലേ? ചേരിനോട് തലതല്ല ഞാൻ CCTV അതെന്നാ ഓർമ്മയുണ്ട്. അപ്പൊ അത് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ആളുകൾക്ക് പാമ്പ് എങ്ങനെയാണ് ഓർമ്മയൊന്നുമില്ല എന്നാണാവും. അതെ ചെമ്പകം നോക്കിയാ, ഈ ചെമ്പകം നോക്കി നല്ല വളർച്ച വരുന്നുണ്ടാ. നല്ല കരണ്ട് എടുത്ത് നമ്മുടെ ചെമ്പകം കഴിക്കേണ്ട പണിയായിരുന്നു. നമ്മുടെ ചെമ്പകം കണ്ട അടിപൊളിയില്ലേ? അവിടേക്ക് അവിടത്താണല്ലേ നീ വഴിക്കണ്ടേ. അപ്പൊ ഇതുപോലത്തെ ഒരു 10-15 കല്ലുണ്ട് കേട്ടോ ഇവിടെ. കടപ്പ 15 ഉണ്ടെന്നുകൊണ്ട് നമുക്ക് കടപ്പ പടർന്ന് കയറണണ്ട പുല്ല്. ഒരു കാര്യമില്ല. ഈ കല്ലുമ്മിലേക്ക് പുല്ല് കയറാൻ നല്ല ഇൻട്രസ്റ്റ് ആട്ടാ. ഇനിയിപ്പോ ഇവിടെ മണ്ണല്ലേ, ഈ മണ്ണിലേക്ക് പുല്ല് പടരുമെന്നുള്ളത് കണ്ടറിയണം. 3 വെച്ച് കൊണ്ടുപോയാൽ മതി സരിത. ചേട്ടന് പറ്റുമോ നോക്ക്, എത്ര വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്നു. മതി എടുക്കാം. അതല്ല അപ്പേ ആ പാചകലി ചുക്കാണീര അതില് ഭയങ്കര തമാശകളാ. അതില് കമന്റുകളാണ് വായിക്കുന്നത് കേട്ടോ. കമന്റുകൾ വായിക്കുമ്പോ കംപ്ലീറ്റ് അയാൾ ഇങ്ങനെ വെക്കുമ്പോഴേക്കും വായിലേക്ക് വെക്കുമ്പോഴേക്കും ആള് അടിപൊളിയായിട്ട് വിടർന്നു വെക്കണല്ലോ. അപ്പൊ ആളുകൾ കമന്റുകൾ പറയുന്നുണ്ട് ഇത്തിരി കൂടി സമയം കൊടുക്കായിരുന്നു ആളോട് നന്നായി എന്ന് പറയാനായിട്ട്. പിന്നെ കുറെ കമന്റുകളുണ്ട്, അതിന് കുറെ പേരുണ്ട് അങ്ങനെ ടേസ്റ്റ് വായിലേക്ക് വെക്കുമ്പോഴേക്കും അടിപൊളി എന്ന് പറയാൻ ഭയങ്കര. നമ്മള് ടേസ്റ്റ് ചെയ്യണത് കാരണം ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാലോ, ഒരു സാധനം ഇങ്ങനെ വായിക്കും കണ്ണടയ്ക്കും എന്നിട്ട് അങ്ങനെ വല്ലപ്പോഴൊക്കെ അങ്ങനെ കാണിക്കില്ല. ഞാൻ എനിക്ക് ചിലപ്പോൾ ഒരു ഉരുളോണ്ടിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉരുള കൊണ്ടിട്ടൊക്കെയോ ഞാൻ അതിൻ്റെ രസം പറയാ, രുചി പറയാ. അല്ലാണ്ട് ഞാൻ അപ്പൊ തന്നെ അങ്ങനെ നിൽക്കാറുണ്ട്. അതിങ്ങനെ ഇതാണ് അതിൻ്റെ രുചിനെ നമ്മൾ മനസ്സിലാക്കാൻ ഒരു സമയം വേണ്ടിയില്ലേ. അല്ലാണ്ട് ഞാൻ അപ്പനെ എനിക്ക് ഇനി പറയാൻ പറ്റാ. അല്ല അപ്പനെ പറയണ്ട. അപ്പനെ പറയണ്ട. അപ്പൊ ഈ കടപ്പകൾക്ക് ഞാൻ മോചനം കൊടുക്കുകയാണ്. നിങ്ങളെ ഇനി വെറുതെ ഇരുത്തില്ല. അല്ല സരിത, നീ പാമ്പിന് നോക്കണത്? അതെ, കായക്കോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം നടന്നില്ലേ?
ചേട്ടനല്ല എന്നോട് കൊണ്ടുവരാൻ പറഞ്ഞ. ഏ ആ കൈക്കോട്ടുള്ള കാരനല്ലേ അത് പൊക്കണത്. കൈക്കോട്ട് വേണ്ട, കൈക്കോട്ട് വേണ്ട, മറ്റേ കൊത്തിൻ്റെ. ആ വാ, അത് കൈക്കോട്ട് എടുത്തിട്ട് വന്നു. കൈക്കോട്ട് എടുത്തിട്ട് അവിടെ നിർത്തണം. വാ, അവിടെ വരെ ഞാൻ വരണ. ഈ ചാമ്പകത്തമ്മ പൂവായില്ലേട്ടാ, നോക്കിയേ. ഇത് ചോപ്പല്ലേ? ഏത് ഈ കൈക്കോട്ടായിരുന്നു? ഏത് കൈക്കോട്ട? ഇതേ കൈക്കോട്ട്. പോവാ. അപ്പൊ നമ്മുടെ ഗാർഡൻ ഒന്നുകൂടി മനോഹരമാക്കാൻ വേണ്ടിട്ട് ഞാൻ കടപ്പള കൊണ്ടുപോവാണ്. ഒരു മിനിറ്റ്, ഇവിടെ മഞ്ഞ കളറായിട്ടുള്ള ലാങ്കി ലാങ്കി വിരിഞ്ഞിട്ടുണ്ടല്ലോ. ആ, മഞ്ഞിന്റെ ഇല്ലേ? ഹരിതൽ മഞ്ഞ ലാങ്കി ലാങ്കി പൊട്ടിക്കാൻ പോകും. മണണ്ട അതിന്? ആമ്പ ചെറുതായിട്ട് മണുണ്ട്, ചെറുതായിട്ടുണ്ട്. ഭയങ്കര മണം. ലാങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്ക് എത്തുന്ന അതിന്റെ മണം. ഇതൊന്നുമല്ല, അത് കൊറേ ലാങ്കിലുണ്ടാവും. ഇതിന്റെ തൈ വല്ലവരുടെ വീട്ടില് നാടന്റെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂട്ടെ, ഞങ്ങള് തരാൻ വേണ്ടി. അത് വലിയ മഹാമരാവും. ആയിക്കോട്ടെ. പുല്ല് നിറഞ്ഞിട്ട് നോക്കിയല്ലേ. അതൊക്കെ ഒരു പുല്ല്, പിന്നെ മഴക്കാലത്ത് പുല്ല് വലിക്കില്ല, അല്ല പുല്ല് വളരില്ല. ആയിക്കോട്ടെ, എടുത്തോന്നോ. ഭയങ്കര ഓടത്. അപ്പൊ ആ പറ്റാവുന്ന എടുത്താ പോരെ? ഇല്ല, അത് കുഴപ്പമില്ല. അങ്ങനെ ഒരു പുതുയുഗ പിറവി ഇവർക്ക് കൊടുക്കും. ആ, നീ അപ്പുറത്തോടെ എളുപ്പമൊഴിക്കൊന്നുമില്ല. ഷാപ്പിന്റെ അപ്പുറത്തുകൂടി വരാല്ലോ നമ്മുടെ വീട്ടിലേക്ക്. ഇതിപ്പോ എങ്ങനെ വെക്കത്? എനിക്കറിയില്ലേ. ചേട്ടന് വെച്ച് ഞാൻ വെച്ചോളാം. സ്വപ്നം കണ്ടിട്ടല്ലേ ഇരിക്കണേ. സെൻട്രൽ ഒരു വലുതുണ്ട്, 2-2 അടുക്കുണ്ടാ? അടുക്കണ്ടേ? അടുത്തിട്ട് എന്താ കാര്യം? അതിന് ചുറ്റും ഇങ്ങനെ വെച്ച് വെച്ച് പോവാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലേ, അതല്ലേ നല്ലത്? എനിക്കറിയില്ല. അതോ പൂപ്പലായില്ലേ എന്നറിയേ. അതൊക്കെ പോകുന്നേ. ഇതിപ്പോ അവിടേക്ക് കൊള്ളൂ, അതിന്റെ കാലിന്റെ അവിടേക്ക് കറക്റ്റ് 2 അടി കറക്റ്റാണ്. കിട്ടും, പ്രത്യേകം കിട്ടും. ഈ പൈപ്പാണ് ഒരു പ്രശ്നം വരെ. കണ്ട ഇവിടെ ഇത്തിരി പൊന്തിയൊക്കെ വന്നിട്ട് ചെയ്യാ. മറ്റേ സാധനം അത് മറ്റേ ഈ വെള്ളം ചേരുന്നതില്ലേ, ഒരാവശ്യമില്ലാണ്ട് അങ്ങനെ കുറെ കാശ് കളഞ്ഞു. സ്പ്രിംഗ്ലർ വെച്ചിട്ടല്ലേ. ആ, ചില കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. കുറെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഇതൊന്നും ആവശ്യമില്ലായിരുന്നു. സ്പ്രിംഗ്ലർ വെച്ചിട്ടേ ഒരു കാര്യമില്ല പുല്ലിന് നനയ്ക്കാൻ. കവർ ചെയ്യണ പോലത്തെ സ്ഥലങ്ങൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ നമ്മുടെ കവർ ചെയ്യില്ല. അപ്പോൾ വേറെ എത്താത്ത സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഓസിട്ട് തന്നെ നനയ്ക്കണം. അപ്പോൾ പിന്നെ മൊത്തം ഓസിട്ട് നനച്ചാൽ പോരെ. പഴയ ഒരു കത്തിയ അയ്യോ, എന്നിട്ട് അവിടേക്ക് കൈയിടണേ? കയ്യിടുന്ന ഞാൻ ഇത്തിരി മണ്ണെടുക്കാനാ. അയ്യോ, അത് മറ്റേ കട്ടുറുമ്പിന്റെ കൂടല്ലേ? ആ, ശരിയാണല്ലേ. ഇവിടെ ഇത്തിരി മണ്ണ് കുറവാണേ. ആ, ശരി, ഇങ്ങനെ മതി. ഇത് തോന്നണില്ലേ അതിലൊന്നും പോയിട്ട് മാന്താൻ? ഇതൊരു മാന്താൻ. നമ്മൾ ഭൂമിയായിട്ട് ജീവിച്ചിട്ടുള്ള ആളാണ്ടി. ആ, അതങ്ങനെ നീക്കി പിടിച്ച എത്ര നല്ല. ഞാൻ പിടിച്ചു തരും. ഇതിനോട് നീക്കി പിടിക്കും. വിടരുതിട്ടാ എൻ്റെ വിട്ട നല്ല തമാശയോ. വിട്ട തമാശയൊന്നുമില്ലേ. മണ്ണിഷ്ടം പോയിണ്ട്. അയ്യോ, അല്ല ഇത് പ്രത്യേകം കിടക്കില്ല. അപ്പം എന്താ ചെയ്യാ? കിടക്കും. ഞാൻ ചേട്ടനോട് ചോദിച്ചേ. അതൊരു പിഴവായില്ല ദൈവമേ.
അപ്പം എന്നിട്ട് ചെയ്തരുത്. അതെ, 2 ഇങ്ങനെ ഇടാൻ പറ്റുമോ? അതിന് ഞാൻ അപ്പം ഞാൻ 2 ഇങ്ങനെ ഇട്ടിട്ടില്ലേ. ഛേ, അപ്പോൾ അതൊരു പെശ കയ്യിലോ ഭംഗികേടാവേ. നമ്മൾ ചെയ്യുമ്പോൾ ഒരു വൃത്തിയിൽ ചെയ്യണ്ടേ. അതതിന് ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ഒന്ന് ഇവിടെ കിടക്കല്ലേ, അപ്പം അതും കൂടി എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇട്ട് പോകേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ ഇതിന് അത് അളവെടുത്ത് നോക്കിയാലേ അറിയുള്ളൂ കറക്റ്റ് അളവിൽ ഇങ്ങനെ വരും എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ നോക്കട്ടെ. ഇങ്ങനെ അല്ലേ. അപ്പോഴും അപ്പുറത്ത് വരാൻ കൊള്ളില്ല. ഇല്ല, അപ്പോൾ ഇതൊരു ചെയ്യാ. നീ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്ന് പറഞ്ഞ പോലെ എൻ്റെ പരിപാടി പൊളിഞ്ഞത്. എന്തൊരു ചെയ്യപ്പോൾ അത് ഈ സെന്ററിൽ തന്നെ ഈ കല്ല് കിടക്കണ കാരണമാണ്. അപ്പോൾ എന്തൊരു ഒരറ്റത്ത് നിന്ന് ഇട്ട് തുടങ്ങിയാൽ കറക്റ്റായിട്ട് ആക്കാല്ലേ. അത് അളവ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം കൃത്യമായിട്ട് അവിടെ കടപ്പ കറക്റ്റായിട്ട് കൊള്ളൂ. ആ മേശമ്മ ടൈപ്പ് ഉണ്ട് എടുത്തുനിന്ന്. ഏത് മേശമ്മ? ഉണുമേശമ്മല പുളിയൂർ മേടിച്ചു അല്ല പുളിയുറുമ്പല്ല, കട്ടുറുമ്പ് അവിടെ നിറച്ച് അവരുടെ മണ്ണ് എടുത്തുകൊണ്ട് വന്നിട്ടല്ലേ. ആ എഡിറ്റിങ് റൂമിൽ ആ ചുരുട്ടി വെച്ചിട്ടുണ്ട്. നീളം കറക്റ്റ് അളവെടുത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കൊള്ളൂ എന്നൊക്കെ അറിയാം. അതിന് പ്ലാൻ ചെയ്തിട്ടൊന്നും ചെയ്തിട്ടുള്ളതല്ലോ ഇത്, ഇതിന്റെ നീളം. അതുകൊണ്ട് കൃത്യമായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. 5 അടിയിലത് വെച്ചാണ്ട് വലിച്ചേ കറക്റ്റ് എത്ര 5 അടി തരി വ്യത്യാസമുണ്ട്. അല്ല 5 അടിക്ക് ഇട്ടാൽ മതി. അപ്പോൾ 5 എണ്ണം നേരിട്ടിട്ട് 5 എണ്ണം ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു തരി ഗ്യാപ്പ് ഇവിടെ അത് കുഴപ്പമില്ല. അപ്പൊ ആറ്റത്ത് ഇട്ട് തുടങ്ങേണ്ടി വരും, ഇത് എടുക്കേണ്ടി വരും. വലുതെടുക്കണം, വലുതെടുക്കാൻ സംഗതി മനസ്സിലായില്ലോ. അത് തല്ലി പിടിക്കും അല്ല തള്ളി പിടിക്കും. ഇത് വലിയ കടപ്പേട്ടാ. മറ്റേ പിക്കാസ് വേണ്ടി വരുമോ? ഏയ് പിക്കാസ നല്ലതെന്നുണ്ട്. പിക്കാസിൻ്റെ ആവശ്യമില്ല, എന്നോട് മാറ്റി വയ്ക്കുക. കണ്ട ഇതാണ് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് പിന്നെ എവിടെയെങ്കിലും നോക്കിയിട്ട് ഇടാലോ. നമുക്ക് പിന്നിലിടാലോ, അറിയില്ല. ഈ കള്ളിയില് നമ്മൾ പുല്ല് 3 കള്ളി, ഈ 3 കള്ളികളുണ്ടല്ലോ ഫ്രണ്ടില്, 3 ഫസ്റ്റ് വെച്ചപ്പോ ഈ കള്ളിയിലാ ഏറ്റവും ഭംഗിയിൽ പിടിച്ച. നല്ല ഭംഗിയിൽ പച്ചപ്പായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. മറ്റേ 2ലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മറ്റേത് 2ലും നന്നായി വന്നു. ഇപ്പോ ഇതിൽ മോശമായി, ഇതൊക്കെ പോവും ചെയ്തു. അതായത് എല്ലാവരും എല്ലായ്പ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. പലപ്പോഴും വളർച്ച ഉയരാം താഴാം. ചേട്ടൻ മൂക്കുമ്പോ എവിടെ കരി അല്ല, കരിയല്ല അല്ലേ, നെടല അല്ലേ. ഇതിങ്ങോട്ട് തള്ളിയിട്ടല്ലേ തരുത്. കണ്ട ഇത്രക്കിട്ടാ മതിയാ. തിരുണി കയറ്റിയാ എവിടെന്നാ തുടങ്ങണേ ചേട്ടൻ? എവിടെന്നേലും ഒരു അറ്റത്തുനിന്ന് തുടങ്ങ്. അവിടെ നിന്ന് ഇങ്ങനെ വെച്ച് ബാക്കിലേക്ക് പോവാണോ? അല്ല, ഇങ്ങനെ ഒരു നരപ്പിൽ വെക്കാം. ഇവിടുന്ന് അവിടെ വരെ വെക്കാം നരപ്പിൽ. എന്നിട്ട് അതിൻ്റെ അപ്പുറം പിന്നിൽ വേറെ വെക്കണം. അങ്ങനെ വെച്ച് പോവാം. കുറച്ചും കൂടി നീക്കേണ്ടി വരും കേട്ടോ. ഒരു തരി ഗ്യാപ്പ് അവിടെ ഇട്ടാൽ മതി. അപ്പൊ ആറ്റത്ത് ഇത്രയും ആറ്റത്ത് അത്ര വരുമ്പോ കറക്റ്റ് ആയിട്ട് നിൽക്കും. കുറച്ചുകൂടി നീ നോക്കിയിട്ട് മതി. പിന്നെ എല്ലാം നീക്കേണ്ടി വരും. അല്ല ഇവിടെ കുഴപ്പമെന്ന് പറഞ്ഞില്ലേ, അത്രയ്ക്ക് മതി. കാരണം അത്രയ്ക്ക് തന്നെ അവിടെ കിട്ടില്ല. വേണമെങ്കിൽ അത് നാളെ നോക്കാം. ടൈപ്പ് എടുത്താൽ വേറെ പിന്നെ പുളി ആ സാധനം കടിച്ചപ്പോയി വലിയ പിടിച്ചേക്കി അവിടെ അളവ് ചെറിയ ഗ്യാപ്പ് വരില്ല ഇടയില്. ഇത് 11 ഇഞ്ചൊക്കെയുള്ള സരിതേ 12 ഒന്നുമില്ലേ. കണ്ട ഇത് 11 12 വേണ്ടേ? അതിലേ എക്സ്ട്രാ ബ്ലേഡ് ഉണ്ട് സരിതേ. ഏതില്? ആ കള്ളിയില്ലേ, ഷേവിൻ്റെ കള്ളിയില്ലേ, അതൊന്നും എടുക്കണ്ട കേട്ടോ. കൈ കിടന്നു നിലത്തോരയല്ലേ ചേട്ടാ? അത് കുഴപ്പമൊന്നുമില്ല. എളുപ്പല്ല, എളുപ്പല്ല എന്ന് പറയാ അത് മുറിക്കാൻ. നിലത്തിനോട് ചേർന്നിട്ടായ കാരണേ കൈ ഒരഞ്ഞ് പരുവാവൂട്ടാ. കാടിരിക്കി വീഴൂ. മുറിയ തിരുവനന്തപുരം മുറിയാ.
ഒരു സൈഡ് ഉയർന്നു തരുതേ. ആ കുഴപ്പമില്ല. ഇട്ടു. ഇതിന് കറക്റ്റ് ഒരടിയല്ല. പലതും അതുകൊണ്ടാണ്. അല്ല, ഒക്കെ 11. എത്ര ആളെന്നാ ഇടാം. പിന്നെ ഈ ഊഞ്ഞാലൊരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ടായിരിക്കുന്നത്, അതിനെ കുഴപ്പമില്ലേ. ഊഞ്ഞാലേ കറക്റ്റ് ഭൂമിക്ക് അനുയോജ്യമായ രീതിയിൽ കറക്റ്റ് അല്ല കിടക്കുന്നത്. അങ്ങോട്ട് തിരിച്ചരിഞ്ഞിട്ടാ, വടക്ക് പടിഞ്ഞാർക്ക് തിരിച്ചരിഞ്ഞിട്ടാ എടുക്കുന്നത്. അതന്നെ കുഴപ്പമില്ലാന്ന് കണ്ട. ഇത്രയ്ക്ക് ഓരോ ഇവിടെ ഒരു ചാൻ്റെ അടുത്ത് വന്നു, അവിടെ 2 ഇഞ്ചുള്ളൂ. അപ്പോൾ ഒരു ഭംഗിയേട്. അപ്പോൾ ഇത് ഇത്രയ്ക്ക് പകുതിയിലേക്ക് ഇങ്ങോട്ട് നീക്കിയിടുക. അപ്പം 2 സ്ഥലത്തും ഒരേ ഗ്യാപ്പ് വരും. ഇട്ടതായിരുന്നു തേങ്ങ. ഇത്രയ്ക്കാട് പോട്ടെ. അയ്യോ, അവിടെ ലെവല് കറക്റ്റ് അല്ല. മണ്ണിടാതിരി. മണ്ണേ തിരിച്ചടിയിലിട്ടാ. ബാക്കിയുള്ളതിന് കുഴപ്പമില്ല, ആ ഒരു കല്ലിന് മാത്രമേ ഉള്ളൂ. അതിനിടയിൽ എടുത്തിട്ട് മണ്ണിടേണ്ടി വരും. മണ്ണിടാം. മണ്ണല്ല ഇവിടെ ഇഷ്ടം പോലെ ഉള്ളത്. എനിക്കതല്ല വിഷമം. ഇത്രയൊക്കെ ചേട്ടൻ പണിയെടുത്തിട്ടും നമ്മുടെ ഉദ്ദേശം നടക്കില്ലല്ലോ എന്നുള്ളതാണ്. ഉദ്ദേശം ഇരുമലിക്ക് മണ്ണ് തെറിക്കും. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ മുഴുവൻ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഉയരം കൂടുതലാ. നമ്മളൊരു കാര്യം ചെയ്യണത് എന്തിനു വേണ്ടിട്ടാ? മണ്ണ് തെറിക്കാൻ കാര്യം. അപ്പൊ അത് നടക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൈപ്പെടും. മനുഷ്യനെ പേടിപ്പിക്കും. കൈ പെട്ട് കഴിഞ്ഞാൽ എൻ്റെ പേരിൽ മുറിയും. അത്ര തന്നെയുള്ള വേറെ സംഭവിക്കും. വേറെ ഒന്നും സംഭവിക്കില്ലേ? കുഴപ്പമില്ല അല്ലേ? നടന്നോക്കട്ടെ ഞാൻ. നടന്നോ, ഇതിനൊക്കെ വലിയ ഞാൻ ഉറക്കിയത്. യെസ്, എല്ലാം ഉറച്ചിട്ടുണ്ട്. അടിപൊളി. അടുത്തിടുമ്പോൾ വേറെ പ്രശ്നം ഉണ്ടല്ലോ. ഇങ്ങോട്ട് മണ്ണ് ഉയർന്നിട്ട് വരുന്നത്. അപ്പം എന്തൊരു ചെയ്യാ? മണ്ണിന്റെ ഇതിലേക്ക് തന്നെ അതിനെ സ്ലോപ്പാക്കി അങ്ങനെ വെച്ചോ. അങ്ങനെ നല്ലതല്ലേ? കായിക്കോട്ടെ കേട്ടെ. എവിടെ കായിക്കോട്ടെ. അത് നീ പറഞ്ഞ ഐഡിയ നല്ലത്. ചെറുതായിട്ട് ചെരിച്ച് പോവാൻ നല്ലത് അല്ലേ? ഊഞ്ഞാലുമ്പിലേക്ക് മണ്ണ് തെറിക്കണത് നിൽക്കും. ഊഞ്ഞാലുമ്പോ മണ്ണുണ്ടാവില്ല. പക്ഷെ ഈ സ്റ്റാൻഡില്ലേ, ഈ സാധനം, ഈ ഇത് 2 എണ്ണം, അതുമ്പോ മണ്ണ് തെറിക്കും. അത് തെറിച്ചോട്ടെ. ഒരു മിനിറ്റ്. ഓക്കെ. അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെത്തി സെറ്റാക്കിയാൽ മതി. വെച്ചിട്ട് ഇനി ചെത്താൻ പറ്റാ? അല്ല, നോക്കി ആക്കിയിട്ടല്ലേ വെക്കാൻ പറ്റുള്ളൂ. കൊട്ടേട്ടാ, ശരിക്കും ഇതൊരു വയർത്ത് കുളിക്കുന്ന പണി തന്നെയാണ്. എവിടെ നിന്ന് ആദ്യം വെച്ച് തുടങ്ങേണ്ടത്? ഇവിടെ നിന്ന് വയ്ക്കാല്ലേ? അത് മണ്ണ് കറക്റ്റ് അല്ല തോന്നുന്നു കേട്ടാ. അതിൻ്റെ അടിയിൽ മണ്ണിടും. ആദ്യം ഇവിടെ നിന്ന് വെച്ച് വരാൻ നല്ലത്. ഇവിടുത്തെ മണ്ണ് കൂടുതലാ. തലമേലേക്ക് അടിക്കരുതിട്ടത് സാധനം ഇട്ടിട്ട്. എന്നെ വിശ്വാസമില്ല അല്ലേ? വിശ്വാസമല്ലേ? അല്ല, കള്ളി ഭയങ്കര തണലായി. ഭയങ്കര തണവും തണലും ഇവിടെ പുല്ല് പിടിക്കാത്ത. തണലും തണവുമാണ് ഇവിടെ. ഇതിൽ ചിലപ്പോൾ ഇത്തിരി വളം, സനീഷ് കുറച്ച് വളം ഇട്ട് കൊടുത്തു നോക്കിയാൽ ചിലപ്പോൾ പിടിക്കുന്നു പറഞ്ഞു. വളത്തിന്റെ കുറവുണ്ടാവും പറഞ്ഞു. കൈ കഴിച്ചടയ്ക്കുന്നത് വിട്ട് ആക്കിട്ട് തരുതാ. നെക്സ്റ്റ് വന്നു. പലരും പല നീളം ഡ്രസ് നേരി വ്യത്യാസങ്ങളുണ്ട്. കണ്ട നീളത്തിലും വ്യത്യാസം ഉണ്ടോ? അതെ, കണ്ട ഇത് നീളം വ്യത്യാസം. സാരല്ല, ഞാൻ അങ്ങനെ ഇരുന്നോട്ടെ. അപ്പം എന്തൊരു ചെയ്യാ? ആ 2 കടപ്പില്ലേ, വലിയ കടപ്പ, അതടുത്തിടാം. അതൊന്ന് അവിടെ സെന്ററിലിട്. എന്നിട്ട് ഇത് ഈ അറ്റത്തിട്ടാ മതി. അതെ, അത് അറ്റത്തിട്ടിട്ട് സെന്ററിൽ അത് ഇട്ടോ.
ഉയരം കൂടുതൽ ഇവിടെ ഇപ്പോൾ ഇവിടുന്ന് പറിച്ചെടുത്തില്ലേ അവനെ ഇതിലിടാം അപ്പോൾ അറിയില്ല ഉള്ളിലാകുമ്പോൾ. അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഇതിപ്പോൾ നമ്മളെന്നെ ഉള്ളവിടെ ഇരിക്കാനൊക്കെ. അല്ല നമ്മുടെ വീട്ടിൽ ആളുകൾ വരുമ്പോൾ അതിൽ ഊഞ്ഞാലിരിക്കുന്നുണ്ട് നീ. ആ ഇരിപ്പിടം സെറ്റാക്കിയില്ലേ അവിടെ, നമ്മുടെ ബെഞ്ചും ഇത് സ്റ്റോൺ ബെഞ്ച്, അത് സെറ്റാക്കിയപ്പോൾ അതിൻ്റെ താഴെ അവരിടാൻ വന്നപ്പോൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കായിരുന്നു. കൂടെ ചെയ്തു പോയേനെ. അതന്നെ ഇതിപ്പോൾ ഇതുമ്മലേക്ക് ചെളി നിറയാൻ തുടങ്ങിയപ്പോഴാണ് ഇതിങ്ങനെ കഴുകൽ എന്നെ പണി. കഴുകിയാലും ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഫുള്ള് ചെളിയാ. മുകളിൽ മഴ കൊള്ളാണ്ടിരിക്കാൻ മുകളിൽ ഇതാക്കിന്നുള്ളു, പക്ഷെ മണ്ണ് തെറിക്കുന്നുണ്ട്. പുല്ല് നിറയെ പിടിക്കുകയാണെങ്കിൽ മണ്ണ് ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു. പുല്ലില്ലാത്തോണ്ടാ മണ്ണ് തെറിക്കണേ. ഭയങ്കര തൂക്കത് 50 കിലോ മീതിണ്ട്. അതുകൊണ്ട് 50 ഇല്ലേ എൻ്റെ അടുത്തുണ്ട്. പുറം കഴിച്ചു അല്ലേ? അല്ല നമ്മളിപ്പോൾ നിരന്തരം ചെയ്യുന്ന പണികളല്ലല്ലോ. പുറം കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് വേറെ. അല്ല കഴിച്ചു, ആ ശരിയാ പുറം കഴിച്ചു എന്ന് പറയണോണ്ട് എന്തൊരു കുഴപ്പം? കുഴപ്പമുണ്ടായിട്ടൊന്നുമില്ല. അപ്പം എന്തൊരു കുഴപ്പമുണ്ടായിട്ട് ഇപ്പോൾ ആരെങ്കിലും വല്ലതും പറയൂ? കുഴപ്പമില്ല. അപ്പം അത്രയ്ക്കേ നീ ഇവിടെ ബാക്കിൽ മാത്രമല്ല കൈ കളിച്ചു അല്ലേ? ഇല്ലേ, കൈ എൻ്റെ വിരലിങ്ങനെ പാമ്പിൻ്റെ പറ്റി പോലെ. ഇപ്പം കുഴപ്പമില്ല, ഭംഗിയില്ല. നമുക്ക് കാലിങ്ങനെ കൊള്ളാണ്ടിരുന്നാൽ മതി, ഇങ്ങനെ ഊഞ്ഞാലാടുമ്പോഴൊന്നേ. അതിൻ്റെ ഉള്ളിൽ മണ്ണിടാണെങ്കിൽ ഒന്ന് ആടിക്ക് ചാട്ടി ഇരുന്നിട്ട് ഒന്ന് ആടി. ഇല്ലേ അത് കുഴപ്പമില്ല, ഇപ്പോൾ അടിപൊളിയില്ലേ. ഇനി അതിന് ബാക്കിൽ കൂടി വേണമെങ്കിൽ ആക്കാം. ബാക്കിലേക്ക് ഇനി 4 കൂടിയല്ലേ ഉള്ളോ? ആ ശരിക്ക് ബാക്കിലേക്ക് വേണ്ട ഫ്രണ്ടിലേക്ക് വേണ്ട? ബാക്കിലേക്ക് പോകുമ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ശരിക്കും ബാക്കിലെ വേണ്ട, മണ്ണ് തെറിക്കാണ്ടിരിക്കാനല്ലേ. അതെ ബാക്കിലേക്ക്. ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉദ്ദേശം മറന്നു പോകുന്നു. നമ്മൾ എന്തിനാണിത് ചെയ്യുന്നത് എന്നത് മറന്നു പോകുന്നു. ഞാൻ കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകും. അതെ, വളരെയധികം വ്യതിചലിച്ചു പോകും. അപ്പം അത് നമുക്ക് ദോഷകരമായി ഭവിക്കും. അപ്പം അടുത്തേക്ക് കല്ലുകൊണ്ട് ഇവിടെ ഫ്രണ്ട് കണ്ട എത്ര മതി കണ്ട, അതുപോലെ മണ്ണ് ഇങ്ങനെ നിറയെ തെറിച്ചിട്ട് കണ്ട. ഇന്നലത്തെ ഒരു ദിവസത്തെ ഇന്ന് രാവിലെയും പെയ്ത മഴയിലാണ് അവസാനത്തെ. ഇതിൽ 5 കൊണ്ടുവന്നു ഞാൻ. അമേരിക്കയിലത്തെ ഷൈനി എന്ന് പറഞ്ഞ ചേച്ചിയില്ലേ നമ്മളെ വിളിച്ച് സംസാരിച്ചത്, ആ ചേച്ചി പറയാ വീഡിയോ ഓരോ ദിവസം വീഡിയോ കാണുമ്പോ ടെൻഷനാന്ന്. ചേട്ടാ എവിടെയാണോ പൊളിച്ച് പണിയാൻ പോണേന്ന് പറഞ്ഞിട്ട്. പൊളിക്കൊന്നുമില്ലേ നമ്മള്? ആ ചേച്ചിക്ക് എന്നോട് സംസാരിക്കുമ്പോ ചിരിച്ചിട്ട് സംസാരിക്കാൻ പറ്റില്ലേ? ആലോചിച്ചിരിക്കുകയാണ്. വലിയ കുഴപ്പമില്ലാതെ ചേട്ടൻ മിഷൻ പൂർത്തീകരിച്ചിരിക്കുന്നു. ചേട്ടനെ കൊണ്ട് പറ്റില്ല, അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ പോരെ എന്ന എൻ്റെ ചോദ്യം ഞാൻ പിൻവലിച്ചിരിക്കുന്നു. അത് കുഴപ്പമില്ല. ചില കാര്യങ്ങൾ നമുക്ക് അറിയാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. എന്നിട്ട് അത് അറിയുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ട് അബദ്ധത്തിലായിട്ടുള്ള 100 കണക്കിന് 1000 കണക്കിന് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ആത്മവിശ്വാസം കളയരുത്. തോൽക്കുന്നതിന്റെ തൊട്ട് മുൻപ് വരെ ആത്മവിശ്വാസം വളരെ നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് തോറ്റോട്ടെ. ഇവിടെ നമ്മൾ ചെയ്തില്ല എന്ന് പറഞ്ഞില്ലേ, ഒന്നും ശ്രമിച്ചല്ലോ അല്ലേ. ഒന്നും ചെയ്യാത്തവനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളാണെങ്കിൽ അവ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ലേ. മഹാമാര് പറയുന്നത് ഇതിന് ഇത്തിരി ഉയരം കൂടുതലുണ്ട് തരുത്. അവൻ്റെ ഉയരം കുറയ്ക്കണം, അല്ലെങ്കിൽ അവൻ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ്റെ പോലെ ഇവിടെ നിൽക്കും. അവിടെയാണോ അല്ല ഇവിടെ പുല്ലാണ്ടി മതി. എന്ത് മതി? പരിപാടി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു കേട്ടു. NPK താങ്ങി വാങ്ങിക്കല്ലേ. അപ്പോൾ നമ്മൾ ഈ വെല്ലുവിളി ഏറ്റെടുത്തു. പൂർവാധികം ആടിയെ നോക്കി നോക്കിയേ, കാലെവിടെയെങ്കിലും കൊള്ളുണ്ടോന്നൊക്കെ നോക്കിയേ. ഇത് സാധനം പോലെ തന്നെ. കുഴപ്പമില്ലാത്ത സ്ഥലം പോലെ ആയി.
ഇവിടെ എന്ത് കട്ടിയിൽ എന്തൊരു ഭംഗിയിടൂല്ലേ. എന്നിട്ട് ചേട്ടൻ എപ്പോഴും പറയും ഇവിടത്തെ പുല്ലില്ലേ ഇതുപോലെ വരണം എല്ലായിടത്തും എന്ന് പറയല്ലായിരുന്നു. പറഞ്ഞു പോയി. ബാക്കി എല്ലായിടത്തും നല്ല ഭംഗിയിൽ പിടിച്ചു, ഒക്കെ നല്ല പിടിച്ചു. പക്ഷെ ഈ ഒരു കള്ളി ഇവിടെ ശരിയാക്കി എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. കാരണം ഈ മരങ്ങളിലെ പക്ഷെ ഇവിടെ ഇരിക്കാൻ ഭയങ്കര സുഖം, നല്ല അതന്നെ. ഇവിടെ പുല്ല് പിടിക്കാൻ വേണ്ടിട്ട് ഈ മരങ്ങൾ വെട്ടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളെല്ലാം ഉദ്ദേശം ഉണ്ടാ ഇവിടുത്തെ മരങ്ങൾ ഒരു കാലത്തും മുറിക്കില്ലേ. കാരണം ഇവിടെ ഇരിക്കാൻ നല്ല സുഖ, ഏത് വേനൽക്കാലത്തും നല്ല സുഖം. ഇവിടെ കണ്ട ഇവിടെയൊക്കെ നിർത്താം. ഇത് കണ്ട ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്കാനാ അത് ഇവിടുത്തെ അവസ്ഥ. കണ്ട ഇവിടെയൊക്കെ കണ്ട ഇവിടെയൊക്കെ പുല്ല് പോയി. ചിലപ്പോ ഈ ചവറ് വീണതിന്റെ ആവട്ടെ, ഭയങ്കര തണലല്ലേ അതിന്റെ ആവും.